തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞ് 14 മണിക്കൂർ പിന്നിട്ടിട്ടും ഇതുവരെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. റെസ്ക്യൂ ബോട്ടുകൾ എത്താത്തതാണ് തിരച്ചിൽ നടത്താൻ വൈകുന്നതിന് കാരണമെന്നാണ് ഹാർബർ എഞ്ചിനീയറിന്റെ വിശദീകരണം. തിരച്ചിലിനായി നേവിയുടെ സഹായം തേടി സർക്കാർ. തിരച്ചിൽ വൈകുന്നതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ റോഡ് ഉപരോധിച്ചു. തിരുവനന്തപുരം വർക്കല തീരദേശ പാതയും കോസ്റ്റൽ പോലീസ് സ്റ്റേഷനും ഉപരോധിച്ചാണ് പ്രതിഷേധം. അപകടം നടന്ന മണിക്കൂറുകൾ പിന്നിട്ടിട്ടും കോസ്റ്റൽ പോലീസും ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റും തെരച്ചിൽ നടത്താൻ വൈകിപ്പിക്കുന്നു എന്നാരോപിച്ചാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചത്. നടത്തുമെന്ന് പറഞ്ഞിട്ട് കുറെ സമയങ്ങൾ എടുക്കുന്നത്, എന്നിട്ട് പോലും ഒരു പരിഹാരം കാണാതിരുന്നിട്ട് ഇത് എന്ത് ഭരണകൂടമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവർ ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകൾ പറഞ്ഞത് ഇവിടെ ഏതാണ്ട് അടുത്തെത്തിയിരിക്കുകയാണ്. കൊല്ലത്തിന് ബോട്ട് വരുന്നുണ്ട്, വിഴിഞ്ഞത്തിന് ബോട്ട് വരുന്നുണ്ട്, രക്ഷാപ്രവർത്തനം നടത്താൻ പോകുന്നുണ്ട് പറയുന്നതല്ലാതെ ഒരു പരിഹാരം കാണാതിരിക്കുന്നു. ആവശ്യത്തിന് റെസ്ക്യൂ ബോട്ടുകളില്ലാത്തതാണ് തെരച്ചിൽ വൈകാൻ കാരണമെന്നാണ് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന വിശദീകരണം. നീണ്ടകരയിൽ നിന്നും വിഴിഞ്ഞത്തു നിന്നുമായി റെസ്ക്യൂ ബോട്ടുകൾ ഉടനെത്തിക്കുമെന്നും അസിസ്റ്റന്റ് ഹാർബർ എഞ്ചിനീയർ പറഞ്ഞു. സാർ, എന്തൊക്കെ നടപടി സ്വീകരിച്ചു? റെസ്ക്യൂ ബോട്ട് കൊണ്ടുവരുന്നുള്ള അറേഞ്ച്മെന്റ്സ് ഞങ്ങൾ വിളിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോട്ട് ഇവിടെ കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായാൽ ഉടൻ തന്നെ അവർ എത്തിക്കുമെന്നാണ് പറഞ്ഞത്. റെസ്ക്യൂ ബോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, വേളിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എത്ര മണിക്ക് ഇവർ അറിയിച്ചത്? അവിടെ, അതായത് കോവളം ഭാഗത്ത് റെസ്ക്യൂ നടക്കുന്നത് കൊണ്ടാണ് അവർക്ക് എത്താൻ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. തെരച്ചിലിനായി ഡ്രോണിന്റെ സഹായം തേടാനും പോലീസ് തയ്യാറെടുക്കുന്നുണ്ട്. നേവിയുടെ സഹായവും സർക്കാർ തേടി. ഇന്നലെ രാത്രി 8:30 അപകടം. മത്സ്യബന്ധനത്തിനായി അഴിമുഖത്തേക്ക് പോകവേ ശക്തമായ തിരയിൽപ്പെട്ട് അഞ്ചുതെങ്ങ് സ്വദേശി ജോസിന്റെ ഉടമസ്ഥയിലുള്ള കാരിയർ വള്ളം മറിയുകയായിരുന്നു. വള്ളത്തിലുണ്ടായിരുന്ന അഞ്ചുതെങ്ങ് സ്വദേശികളായ ശ്രീജിത്ത്, ശ്രീമോൻ എന്നിവരെ കാണാതായി. മറ്റുള്ളവർ നീന്തി രക്ഷപ്പെടുകയും ചെയ്തു. ജനം, തിരുവനന്തപുരം.